ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫിസ്നോ ഫുഡ് ടൈപ്പ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുൻപായിട്ട് എനിക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇനിയും പറയാനുള്ളത്, എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, അങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ കമൻറ്റിലൂടെയും ഫ്രണ്ട്സായിട്ടൊക്കെ എന്നോട് പറയാറുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്ത ഉടൻ തന്നെ ഉണ്ടാവും ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്താൽ മതി. എന്നാലും ഒരു ഓളൊന്ന് ഓപ്ഷൻ നിൽക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ രാവിലെ തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊന്നും ഞാൻ കിച്ചണിലോട്ട് ഇറങ്ങാറില്ല. കാരണം കുട്ടികൾക്ക് മദ്രസയോ അതുപോലെ തന്നെ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ സാവധാനമൊക്കെ ഇങ്ങനെ ചവിട്ടി പിടിച്ചതിന് ശേഷം മാത്രം ഞാൻ കിച്ചണിലോട്ട് ഇറങ്ങാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഫോണൊക്കെ ഒന്ന് തുറന്നു നോക്കും, മെസ്സേജ് വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ വാച്ചിങ് ടൈം കൂടിയിട്ടുണ്ടോ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, മെസ്സേജ് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇങ്ങനെ മടി പിടിച്ചാട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ കിച്ചണിലോട്ട് ഇറങ്ങാറുള്ളത്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മുൻപായിട്ട് തന്നെ ഞാൻ രാത്രി നമ്മളെല്ലാ വീട്ടിലും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല, അതൊക്കെ ഒന്ന് ഓഫാക്കും. ഓഫാക്കിയതിന് ശേഷം മാത്രം ഞാൻ കിച്ചണിലോട്ട് ഇറങ്ങാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ മാവൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 8 മണിക്കൂറോളം നമ്മളുടെ ഈ മാവ് നല്ലതുപോലെ കുതിർന്ന് വരണം കേട്ടോ. എന്നാലേ നമ്മളുടെ ഇഡ്ഡലിക്ക് നല്ലൊരു സോഫ്റ്റും അതുപോലെ തന്നെ നല്ലോണം പൊങ്ങിയൊക്കെ വരുള്ളൂ. കണ്ടില്ല, നല്ലോണം തിക്ക് രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഈ ഇഡ്ഡലിയുടെ മാവിലേക്ക് ഞാൻ ഉപ്പും അപ്പക്കാരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇഡ്ഡലിച്ചമ്പ്, ഇതാണ് എൻ്റെ ഇഡ്ഡലിച്ചമ്പ്, ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇഡ്ഡലിത്തട്ടിലേക്ക് ഇതേപോലെ മാവ് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് മൂടി വെച്ചതിന് ശേഷം 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്ന് നോക്കിയാൽ മതി. എന്നാൽ നല്ലതുപോലെ പൊങ്ങി വന്നേക്കാം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സ്റ്റിക്കോ അല്ലെങ്കിൽ പപ്പടക്കോല വെച്ച് ഈ ഇഡ്ഡലി തട്ടുണ്ടല്ലോ അത് നല്ലതുപോലെ വെള്ളം ചോർന്നതിന് ശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നല്ലോണം പെർഫെക്റ്റ് ആയി കിട്ടും. അപ്പം ഞാൻ അധികവും ഇഡ്ഡലി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പാറോ ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ചട്നിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ചട്നി തയ്യാറാക്കാൻ വേണ്ടി ഒരു ഇരുമ്പ് ചട്ടിയിലോട്ട് കുറച്ച് എണ്ണയോ ഓയിലോ നമുക്ക് എന്താ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 4 വറ്റൽമുളക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ വലിയ ഉള്ളി ചെറിയ കഷ്ണാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളിയാണ് നമ്മൾ ചട്നിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഞാൻ ഒരു ഇഞ്ചി ഇട്ട് കൊടുത്തു. പിന്നീട് ഇതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളി ഉണ്ടല്ലോ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഒരു ഏലക്കയും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഈ ഉള്ളിയും തക്കാളി നല്ലതുപോലെ വഴന്ന് കിട്ടണം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ വലിയുള്ളിന്റെ പകരം ചെറിയുള്ളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നാലേ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് രൂപത്തിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പെരിഞ്ചീരകം എന്നിവയൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഞാൻ നേരത്തെ തന്നെ വറ്റൽമുളക് ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എരിവിനനുസരിച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാവൂ. പിന്നീട് ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് കേട്ടോ, തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ സാമ്പാറിനൊക്കെ വറുത്തെടുക്കുമല്ലോ അതുപോലെ നല്ലതുപോലെ മൊരിഞ്ഞ് വറുത്തെടുക്കുക. അപ്പോഴേക്കും ഇതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വീണ്ടും നമുക്ക് ഇഡ്ഡലി പാത്രത്തിലോട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാ തേങ്ങയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോഴേക്കും ഞാൻ വീണ്ടും ഇരുമ്പ് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചു കൊടുത്തു. പിന്നീട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അരപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അധികം ലൂസൊന്നും ആവേണ്ട, ഇത്രയും ലൂസ് മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റം അടിച്ചു വാരലും ഒക്കെ ഞാൻ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ദിവസം മുറ്റം അടിച്ചു വാരാറില്ല, കാരണം അധികം അങ്ങനെ ചമ്മലോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും മുറ്റം അടിച്ചു വാരാറുള്ളൂ. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ഞാൻ കുറച്ച് അലോവേരയും അതുപോലെ തന്നെ കുറച്ച് ചെടികളും അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്തൊരു കാര്യം, കാരണം ഇത് എത്രയായാലും ഞാൻ ഉണ്ടാക്കും. 2-3 ദിവസം ഭയങ്കര ഉഷാറായിക്കാരം, പിന്നെ എനിക്ക് നനക്കാനും ഒക്കെ എനിക്ക് മടിയായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഉണങ്ങിപ്പോ. അപ്പൊ ഇത് എനിക്ക് എന്തോ ഒരു അപ്പത്തെ ഒരു മൂഡിൽ ഉണ്ടാക്കിയെടുത്തതാണ്. മാഷാ അല്ലാഹ് ഒക്കെ ശരിയായി വരുന്നുണ്ട്. ഇനി ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് കുറച്ച് കൃഷിയും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ഇത് നല്ലതുപോലെ തെളുത്ത് വരുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് ഇത് തെളിഞ്ഞ് നല്ല ഉഷാറായി വന്നപ്പോൾ എനിക്ക് തോന്നി ഇനി ചെടികളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. മോള് ഇവിടെ ഇല്ല, മോള് വന്നിട്ട് വേണം ചെടികളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പൊ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഉള്ളിലോട്ട് വന്ന് നോക്കിയപ്പോൾ കണ്ടില്ല, ദീമോൾ നല്ല ഉറക്കത്തിലാണ്. രാവിലെ നല്ല തണുപ്പുള്ള ഒരു സമയം കൂടിയാണല്ലോ, മഞ്ഞും എന്താ പറയാ നല്ല തണുപ്പുള്ളൊരു ടൈമാണല്ലോ. അപ്പൊ കുട്ടികൾക്കായാലും നമുക്ക് വലിയവർക്കായാലും ഭയങ്കര ഉറക്കമുള്ള സംഭവം തന്നെയാണ്. എന്നാലും ഞാൻ അവളെ എണീപ്പിറ്റ് പോയാലും 2-3 പ്രാവശ്യം എണീപ്പിക്കണം കേട്ടോ, എന്നാലേ അവൾ ഉണരുള്ളൂ. അപ്പൊ അവളൊക്കെ ഉണർന്നു. ടീമോളൊക്കെ എണീറ്റ് വന്നതിന് ശേഷം ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന കേട്ടോ ചായ കുടിക്കാറുള്ളത്. അപ്പൊ ഇതാ ഇഡ്ഡലിയും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയൊക്കെ ഉണ്ട്. അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്ക് ഒരുപാട് പാത്രങ്ങളുണ്ടാവും കഴുകാൻ. അതുപോലെ തന്നെ തണൊക്കെ നാറി കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലീനാക്കി തോത്തി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാനാവും. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഇതാ ഫൈസൽക്കാക്കയും ഇതും ഭയങ്കര വണ്ടി കഴുകുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. ഉള്ളിലും പുറമെയൊക്കെ ഭയങ്കര പൊടിയൊക്കെ പാറി കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫൈസൽക്കാക്കാക്ക് ഉച്ചക്ക് നിക്കാഹുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള പോകുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ വണ്ടിയൊക്കെ നാറി കിടക്കുകയാണ്, പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പൊ രണ്ടാളും കൂടി കഴുകി വൃത്തിയാക്കുന്ന തിരക്കിലാണ്. അപ്പൊ ഫൈസൽ കാക്കാക്ക് നിക്കാഹിന് പോവാനുള്ളതല്ലേ വിചാരിച്ച് ഞാൻ തുണി ഷർട്ടൊക്കെ പെട്ടെന്ന് ഇസ്തിരിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുവരെ കറണ്ട് വന്നും പോയി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ കറണ്ട് വന്നപ്പോൾ പെട്ടെന്ന് വേഗം തന്നെ ഇസ്തിരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഈ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വ്ളോഗും റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.